നമസ്കാരം. 2 ദിവസത്തിന് ശേഷം പരുത്തിക്കാട് അങ്ങനെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് ശൂന്യാകാശത്തായിരുന്നു. വയനാടുമായി ബന്ധപ്പെട്ട മീറ്റ് ദ എഡിറ്റേഴ്സിൽ അടിച്ച വാചകത്തിന് ശേഷം ഒരു മോങ്ങലും റിപ്പോർട്ടർ ചാനലിനകത്ത് മുഴുവൻ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ കണ്ണിലെ ഡാം തുറന്നു വിട്ടതിന് ശേഷം പോയ പോക്കാണ്. തിരിച്ചു വരുമ്പോൾ വേറെ ഏതോ ഒരു വ്യക്തിയാണ്. ശബ്ദത്തിൽ മൊത്ത ഇടർച്ച, മുഖത്ത് ഒരു രക്തോട്ട ഇല്ലായ്മ, സന്തോഷക്കുറവ്, എന്തോ ഒരു വലിയ ഭാരമുള്ളിലുള്ളത് പോലെ. ഇത് വെറുതെ വന്നതല്ല, ഇരന്നു മേടിച്ചെന്ന് പറയും. കാര്യം നമ്മുടെ നാട്ടിൽ ചിലർ വായിൽ കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഇന്നത്തെ സ്മൃതി പരുത്തിക്കാടിന്റെ ഫ്രെയിമിലേക്കൊന്ന് നോക്കിയാൽ മതി. സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ പോലും ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കണമെന്നുള്ളൊരു മനോഭാവം ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു വ്യക്തി സ്ത്രീ എന്ന ആ കവചത്തിനകത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ആ ഷെല്ലിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്തോരം അഹങ്കാരം, എന്തോരം ധാർഷ്ട്യമൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഒരാൾക്ക് രാഷ്ട്രീയ അഭിപ്രായം പറയുന്നതിലൊന്നും യാതൊരു അതിർവരമ്പും ഉണ്ടാകില്ല. കാര്യം ഇവർ ഓരോ ദിവസവും ഇടതുപക്ഷത്തിനെതിരെ പറയുന്ന കാര്യങ്ങളോ ആക്രമിക്കുന്ന കാര്യങ്ങളോ എടുത്തു നിരത്തി പ്രതികരിക്കാനിരുന്നാൽ അതിനേ സമയമുണ്ടാകുള്ളൂ. വായ്ത്താരിയിട്ട് പോകട്ടെ എന്ന് കരുതുന്നു. പക്ഷെ അത് ഒരു ആനുകൂല്യമായിട്ട് കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വയനാട് വിഷയം ഒരു ചർച്ചയല്ല, അത് കോൺഗ്രസ്സുകാർ ഈ നാട്ടിലെ ജനങ്ങളുടെ പണം പിരിച്ചെടുത്ത് അതിനെ മുക്കി നക്കി പോയതിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുന്നു, ആ വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചർച്ചയാകുകയോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ആ ദുരിതബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ ദുരന്തത്തിലെ ഇരകളായിട്ടുള്ള മനുഷ്യർ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതും അവരുടെ മുന്നിൽ കണ്ണീർ പൊഴിച്ചതും മന്ത്രി കെ രാജനെയൊക്കെ കെട്ടിപ്പിടിച്ചത് അവരുടെ PR പണിയാണത്രേ. അതായത് പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിർമ്മാണ പൂർത്തീകരണം, അതായത് താമസിക്കാൻ വേണ്ടിയുള്ള സ്ട്രക്ചറൽ എല്ലാം പൂർത്തീകരിച്ചു. മനുഷ്യരായിട്ടുള്ളവർ രാപ്പകലില്ലാതെ പണിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചില പണികൾ ഇപ്പോഴും തീർക്കാനുണ്ട്. ആരും അതിനെ സംബന്ധിച്ച് ഇതുവരെ മറിച്ചൊരു മറുപടി പറഞ്ഞില്ല. ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരുടെയും കയ്യിലേക്ക് പട്ടയം കൊടുത്തു, വീട് കൊടുത്തു. അതിൽ സംതൃപ്തരാകേണ്ടത് ആരാണ്? ആ മനുഷ്യരല്ലേ. അവർക്ക് അവരുടെ വികാര പ്രകടനം പുറത്ത് കാട്ടാൻ പാടില്ലേ? അവരോട് പറഞ്ഞ വാക്ക് സർക്കാർ പാലിച്ചപ്പോൾ അതിനോട് സന്തോഷം കൊണ്ടവർ ആനന്ദക്കണ്ണീർ പൊഴിച്ചപ്പോൾ അത് നാടകമാണ്, അഭിനയമാണ് എന്ന രീതിയിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിനെ അധിക്ഷേപിച്ച വ്യക്തികൾക്കെതിരെ അതെ ഈ സമൂഹത്തിൽ നിന്ന് വിമർശനം ഉയർന്നു. ആ വിമർശനം ഉന്നയിച്ചവരിൽ ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഒരു മോശം പദപ്രയോഗവും അതിൻ്റെ ഇടയിൽ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് കേൾക്കുന്നവർക്ക് തിരിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട സ്മൃതി പരുത്തിക്കാട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ, കാര്യം നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതരം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വനിതകളെ എന്ത് പറഞ്ഞാലും അതെല്ലാം രാഷ്ട്രീയ വിമർശനമാണ്, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ ഓരോ പദവിയിലിരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ആർക്കും ചൊരിയാം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെയോ രമ്യ ഹരിദാസിനെതിരെയോ എന്തിനേറെ പറയുന്നു സ്മൃതി പരുത്തിക്കാടിനെതിരെ പോലും അവർ പറഞ്ഞ വായ്ത്താരികൾക്ക് തിരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ അതേ ഗ്രാവിറ്റിയിൽ ഈ സമൂഹത്തിൽ അവരുടെ പോലെ തന്നെ നാവുള്ളവർ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും വായ് മൂടിക്കെട്ടാൻ പറ്റില്ല. പലരുടെയും വികാരം പല രീതിയിലായിരിക്കും പ്രതിഫലിക്കുന്നത്. അതിൽ ചിലർ പരിധി വിട്ട് വിമർശിച്ചിട്ടുണ്ടാകാം. ആ വിമർശനം വെറുതെ വന്നതല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് വായ്ത്താരിയിടാം, നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് ഇഷ്ടമില്ലാതിരിക്കാം എന്ന് കരുതിക്കൊണ്ട് എന്തും വിളിച്ചവർക്കെതിരെ കൂവാനുള്ള അവകാശമൊന്നുമില്ല. ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ആരാണ് സംതൃപ്തരാകേണ്ടത്? അവിടുത്തെ ജനങ്ങളാണല്ലോ, ദുരിതബാധിതരാണല്ലോ. അല്ലാതെ സ്മൃതി പരുത്തിക്കാടോ ഈ ചാനൽ ഫ്ലോറിനകത്തിരുന്ന് ക്യാമറകൾക്ക് മുന്നിൽ വായ്ത്താരി ഇടുന്നവരുടെ സംതൃപ്തി അല്ല ഈ നാടിന് വേണ്ടത്. ആ മനുഷ്യരെ ചേർത്ത് പിടിച്ച, അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്ന, അത് പാലിക്കപ്പെടുന്നുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്ന, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തോട് അവർക്ക് മമതയുണ്ടായി, അവർക്ക് താല്പര്യമുണ്ടായി. അവർക്കല്ല താല്പര്യമുണ്ടാകേണ്ടത്, എനിക്ക് താല്പര്യമുണ്ടാകണം, എനിക്ക് സംതൃപ്തി ഉണ്ടാകണമെന്ന് ഒരാൾ വാശി പിടിച്ചുകൊണ്ട് വായിൽ തോന്നുന്നത് വിളിച്ചു കൂവി ഈ അവസ്ഥയിലേക്ക് ചെന്ന് പതിക്കാൻ അവസരമുണ്ടാക്കിയത് അവർ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ വായിൽ കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ശൂന്യാകാശത്തേക്ക് പോകേണ്ടി വരുമെന്ന്. അങ്ങനെ ശൂന്യാകാശത്തെത്തിയ സ്മൃതി പരുത്തിക്കാടിന്റെ ഇന്നത്തെ വാർത്ത വായന കാണുമ്പോൾ ഒരു അനുകമ്പയും തോന്നുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയുകയാണ്. ഒരാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അതിൽ ഒരിക്കലും മനോസുഖം കണ്ടെത്തുന്ന മനോഭാവം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള അഹങ്കാരം, നിങ്ങൾ പറഞ്ഞു വെച്ച പല വാക്കുകളുടെയും ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം ഈ സമൂഹം കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു അവതാരക എന്നതിലുപരി നിങ്ങൾ കരുതുകയാണ് നിങ്ങളൊരു സ്വതന്ത്ര ജഡ്ജിയാണെന്ന്. ഏത് വിഷയത്തിലും
തീർപ്പ് കൽപ്പിക്കും. ആരെയും അധിക്ഷേപിക്കാൻ തനിക്കിവിടെ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജിനെ ചോദ്യം ചെയ്താൽ വിമൻ കാർഡ് എടുത്ത് ഇറക്കി രക്ഷപ്പെടാമെന്ന് കരുതുന്ന എല്ലാ മാധ്യമ അവതാരങ്ങൾക്കുമുള്ള ഒരു താക്കീതാണ് സ്മൃതി പരുത്തിക്കാടിന്റെ ഇന്നത്തെ അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ്.